വെൽക്കം ബാക്ക് ടു Onevestor. നിങ്ങൾ എപ്പോഴേലും ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് കിട്ടാതിരുന്നിട്ടുണ്ടോ? ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലാണ്. ആ കമ്പനീസൊക്കെ റെക്കോർഡ് പ്രോഫിറ്റ്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നതും, പക്ഷേ നിങ്ങളുടെ സ്റ്റോക്കിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ സീറോ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവും ആണ്. ഇനി അതുമല്ല, സെൻസെക്സും നിഫ്റ്റിയും ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെൻസെക്സും നിഫ്റ്റി ഇപ്പം 20% ആണ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 10% കയറിയിട്ടുള്ളായിരിക്കും, അല്ലെങ്കിൽ 5% കയറിയിട്ടുള്ളായിരിക്കും. ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മെയിൻലി 2 റീസൺസ് ആണ് ഉള്ളത്. എസ്പെഷ്യലി ആ കമ്പനീസൊക്കെ റെക്കോർഡ് പ്രോഫിറ്റ്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ടൈം കറക്ഷൻ ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആ കമ്പനീസിൻ്റെ ഒക്കെ സ്റ്റോക്കിനെ ഇൻവെസ്റ്റേഴ്സ് ഡീറേറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈം കറക്ഷൻ സംഭവിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെ പി മൾട്ടിപ്പിൾ ആ സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ ആവറേജസിനേക്കാളും ഒത്തിരി ഹൈ ആയിരിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയും വിപ്രോയുടെയും ഒക്കെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 100 ടൈംസിന് മുകളിലായിരുന്നു 2000-ലെ .com ബബിളിൻ്റെ പീക്കിൽ. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്സ് ഒക്കെ അടുത്ത 10 വർഷം നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിരുന്നത്. പക്ഷേ ഈ കമ്പനീസിൻ്റെ ഒക്കെ ആനുവൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നതും. ഇനി ഇൻവെസ്റ്റേഴ്സ് ഓരോ കമ്പനീസിൻ്റെയും സ്റ്റോക്കിനെ ഡീറേറ്റ് ചെയ്യുന്നത് ആ കമ്പനീസിൻ്റെ ഏർണിങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളപ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, 2008-ലെ ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സിനെയൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഡീറേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം റിയൽ എസ്റ്റേറ്റിൻ്റെ ഏർണിങ്സ് തന്നെയാണ്. അതുപോലെ 2015-ലെ ബുൾ റണ്ണിന് ശേഷം ഫാർമ സ്റ്റോക്സ് ഒരു ഡീറേറ്റിംഗ് ഫേസ് ചെയ്തു. അപ്പോഴും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഫാർമ സ്റ്റോക്സിൻ്റെ ഒക്കെ ഏർണിങ്സ് തന്നെയാണ്. ഇനി അതുപോലെ ഡീറേറ്റിംഗ് ഫേസ് ചെയ്ത മറ്റൊരു കമ്പനിയാണ് ITC. ITCയുടെയും ലാസ്റ്റ് ഒരു 10 ഇയർ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ അവർ റെക്കോർഡ് പ്രോഫിറ്റ്സ് ആണ് ഓരോ വർഷവും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 5 ഇയർ അല്ലെങ്കിൽ 7 ഇയർ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ സീറോ ആണ്. ഇനി അതിൻ്റെയും റീസൺ എന്താണെന്ന് ചോദിച്ചാൽ PE മൾട്ടിപ്പിളിൻ്റെ ഡീറേറ്റിംഗ് ആണ്. കാരണം ഇപ്പോഴും ITCയുടെ 80% പ്രോഫിറ്റ്സ് വരുന്നത് ടുബാക്കോ ബിസിനസ്സിൽ നിന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ടുബാക്കോ എന്ന് പറഞ്ഞാൽ അതൊരു സിൻ പ്രോഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ITCയുടെ സ്റ്റോക്ക് ഈ ഡീ റേറ്റിംഗ് ഫേസ് ചെയ്യുന്നതും. സോ ഇപ്പം ITCയുടെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 15-20 ടൈംസ് അറൗണ്ട് ആണ്. പക്ഷേ ഇവരുടെയും ഈ 100% പ്രോഫിറ്റ്സ് വരുന്നത് FMCG ബിസിനസ്സിൽ നിന്നായിരുന്നെന്നുണ്ടെങ്കിൽ ഇവരുടെയും പി മൾട്ടിപ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയും P&Gയും പോലെ 50 ടൈംസും 80 ടൈംസും ഒക്കെ ആയിരുന്നേനെയും ഈ ഒരു ബുൾ റണ്ണിൽ. ടൈം കറക്ഷനെ പറ്റിയും പി മൾട്ടിപ്പിളിൻ്റെ റീ റേറ്റിംഗിനെ പറ്റിയും ഡീ റേറ്റിംഗിനെ പറ്റിയും ഞാൻ പ്രീവിയസ്ലി കുറച്ച് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ 3 ഹൈ ക്വാളിറ്റി കമ്പനീസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനീസിൻ്റെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസും അതുപോലെ ഇവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 3 സ്റ്റോക്സ് അല്ലെങ്കിൽ 3 കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഐഷർ മോട്ടോഴ്സും പേജ് ഇൻഡസ്ട്രീസും പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസും ആണ്. ഈ 3 കമ്പനീസും ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനീസ് തന്നെയാണ്. ഇവരുടെ ആനുവൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഓരോ വർഷവും ഗ്രോയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനീസിൻ്റെ ഒക്കെ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ചില പോയിന്റ് ഓഫ് ടൈമിൽ സീറോയും ആയിരുന്നു. സോ ഈ കമ്പനീസിൻ്റെ ഒക്കെ ഫൈനാൻഷ്യൽ റിസൾട്ട്സും അവരുടെ സ്റ്റോക്കിൻ്റെ റിട്ടേൺസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേമിൽ സ്റ്റോക്ക് പ്രൈസസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യത്തെ സ്റ്റോക്ക് ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ 2009 ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പുതിയ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. അത് 2017 ആ ബുൾ റണ്ണ് അവസാനിച്ചത്. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഐഷർ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് 2009 ₹30 റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് 2017 എത്തിയപ്പോഴത്തേക്ക് 100 ടൈംസ് ഗ്രോ ചെയ്തിട്ട് ₹3000 എത്തിയത്. അതും വലിയൊരു ടൈം കറക്ഷനോ പ്രൈസ് കറക്ഷനോ ഫേസ് ചെയ്യാതെ തന്നെയും. ടൈം കറക്ഷനും പ്രൈസ് കറക്ഷനും എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഐഷർ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് 10 വർഷത്തിനുള്ളിലാണ് ഒരു 100 ബാഗർ ആയത്. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഏർണിങ്സ് തന്നെയാണ്. ഈ ചാർട്ടിൽ ഐഷർ മോട്ടോഴ്സിൻ്റെ പി മൾട്ടിപ്പിളും കാണിച്ചിട്ടുണ്ട്, അതുപോലെ അവരുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ EPSും കാണിച്ചിട്ടുണ്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ്. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഐഷർ മോട്ടോഴ്സിൻ്റെ ആനുവൽ പ്രോഫിറ്റ് പെട്ടെന്നാണ് ഗ്രോ ചെയ്തത് 2009 ശേഷം. അതിൻ്റെ പീക്ക് എത്തിയിരിക്കുന്നത് ഒരു 2018-2019 പക്ഷേ സ്റ്റോക്കിൻ്റെ പി മൾട്ടിപ്പിൾ 2015 ശേഷം പിന്നെ താഴോട്ടാണ് പോയിരിക്കുന്നത്. അതിനർത്ഥം 2015 ശേഷം ഏർണിങ്സ് ഗ്രോ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു, പക്ഷേ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് കുറവായിരുന്നു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഷർ മോട്ടോഴ്സിൻ്റെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2015 80 ടൈംസ് അറൗണ്ട് ആയിരുന്നു. സോ ആ സമയത്ത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്നും വലിയ റിട്ടേൺസ് കിട്ടിക്കാണത്തില്ല. ഇനി 2017 ശേഷം ഈ സ്റ്റോക്ക് പുതിയൊരു ലൈഫ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇതാണ് ഐഷർ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് 12 വർഷത്തെ.
സോ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2009 ശേഷം അവരുടെ പ്രോഫിറ്റ്സ് നല്ല രീതിയിലാണ് കൂടിക്കൊണ്ടിരുന്നത്. 60 crores-ൽ നിന്ന് 83 crores ആയി, പിന്നെ 180 crores ആയി, 300 crores ആയി, 324 ആയി, 394 crores ആയി, പിന്നെ 600 crores ആയി, 1300 crores ആയി, 1600 ആയി, 2000 crores ആയി, പിന്നെ 2200 crores ആയി. സോ ഇവരുടെ പീക്ക് പ്രോഫിറ്റും പീക്ക് സെയിൽസും സംഭവിച്ചിരിക്കുന്നത് 2019 ഫൈനാൻഷ്യൽ ഇയറിലാണ്. പക്ഷേ സ്റ്റോക്ക് അതിന് മുമ്പേ തന്നെ ലൈഫ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് കറക്റ്റും ചെയ്തു. സോ ഇവരുടെ ലാസ്റ്റ് 5 ഇയർ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് 5 ഇയർ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1%-ഉം 9%-ഉം ഉള്ളൂ. ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 5 ഇയേഴ്സിൽ 22% ഉണ്ട്, പക്ഷേ 3 ഇയേഴ്സിൽ 3% ഉള്ളൂ. സോ ഏർണിങ്സിലുള്ള ഈ പ്രോബ്ലം തന്നെയാണ് അവരുടെ സ്റ്റോക്കിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഏർണിങ്സ് ഇനിയും കൂടാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് എന്തായാലും പുതിയ ലൈഫ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത സ്റ്റോക്ക് പേജ് ഇൻഡസ്ട്രീസ് ആണ്. പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതും ഐഷർ മോട്ടോഴ്സ് പോലെ തന്നെ 10 വർഷം കൊണ്ട് 100 ടൈംസ് റിട്ടേൺസ് ഡെലിവർ ചെയ്ത ഒരു സ്റ്റോക്കാണ്. പേജ് ഇൻഡസ്ട്രീസ് 2008 300 ലെവൽസിലായിരുന്നു. അത് 2018 എത്തിയപ്പോഴത്തേക്ക് 30,000 മേലെ പോവുകയും ചെയ്തു. സോ ഈ സ്റ്റോക്കും 10 ഇയേഴ്സ് കൊണ്ട് 100 ടൈംസ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും 2018 36,000 എന്ന ഒരു ലൈഫ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഐഷർ മോട്ടോഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പേജ് ഇൻഡസ്ട്രീസിൻ്റെയും സ്റ്റോക്കിൻ്റെ പെർഫോമൻസിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ഇതാണ് പേജ് ഇൻഡസ്ട്രീസിൻ്റെ പി റേഷ്യോയുടെയും ആനുവൽ പ്രോഫിറ്റിൻ്റെയും ഒരു ചാർട്ട് എന്ന് പറയുന്നത്. സോ പേജ് ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഓരോ വർഷവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2007 മുതൽ 2018 വരെ നോക്കുകയാണെങ്കിൽ അത് ഓരോ വർഷവും നല്ല രീതിയിൽ തന്നെയാണ് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2019 ശേഷം ആ ഏർണിങ്സ് ഗ്രോത്ത് കുറയുകയാണ് ചെയ്തത്. സോ സ്റ്റോക്കിൻ്റെ പി മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിലും 2018 അത് പീക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് കറക്റ്റ് ചെയ്യാനാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇനി പേജ് ഇൻഡസ്ട്രീസിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ചെക്ക് ചെയ്യാം. സോ ഇതാണ് പേജ് ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2009 മുതൽ 2020 വരെ ഉള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2009 അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 32 crores ആയിരുന്നു. പിന്നെ അത് 40 ആയി, 59 ആയി, 90 ആയി, 113 ആയി, 150 ആയി, 196 ആയി, 232 ആയി, 266 ആയി, 347 ആയി, 394 ആയി, പിന്നെ അത് കുറയാണ് ചെയ്തത്. സോ ഇവരുടെ പീക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2019 പക്ഷേ സ്റ്റോക്ക് അതിന് മുമ്പേ തന്നെ ഒരു ലൈഫ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനും തുടങ്ങി. സോ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 10 ഇയറിലെ ആവറേജ് സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 24% ആയിരുന്നു. ഇപ്പോൾ അത് 11% ഉള്ളൂ. ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും അത് 24% ആയിരുന്നു ലാസ്റ്റ് 10 ഇയേഴ്സിൽ. പക്ഷേ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 9% ഉള്ളൂ. സോ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കുറഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസും താന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും 10 ഇയേഴ്സിലെ ഇവരുടെ സ്റ്റോക്കിൻ്റെ CAGR എന്ന് പറഞ്ഞാൽ 30% ആണ്. പക്ഷേ ലാസ്റ്റ് ഒരു 3 ഇയേഴ്സും 5 ഇയേഴ്സും നോക്കുകയാണെങ്കിൽ അത് 2%-ഉം 13% ഒക്കെ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ 2008 ബുൾ റണ്ണിലെ ലീഡറായിരുന്നു. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ 2008 ക്രിയേറ്റ് ചെയ്ത ലൈഫ് ടൈം ഹൈ പിന്നെ ബ്രീച്ച് ചെയ്യുന്നത് 2017 അതായത് 10 വർഷം എടുത്തു 2008 ക്രിയേറ്റ് ചെയ്ത ലൈഫ് ടൈം ഹൈ ബ്രീച്ച് ചെയ്യാനായിട്ട്. അതുപോലെ 2017 ലൈഫ് ടൈം ഹൈ ബ്രീച്ച് ചെയ്തിട്ട് പിന്നെ ഈ സ്റ്റോക്ക് ഒരു 3x റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത് അടുത്ത 2 വർഷം കൊണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും 2008 റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ലൈഫ് ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 776 ലെവൽസ് ആയിരുന്നു. ആ ലെവലിലോട്ട് ഈ സ്റ്റോക്ക് വീണ്ടും എത്തുന്നത് 2017 ഓഗസ്റ്റിലുമാണ്. സോ ആ 700 ലെവൽസിൽ നിന്ന് പിന്നെ 2200 ലെവൽസിലോട്ടാണ് അടുത്ത 3 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് പോയിരിക്കുന്നത്. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും പി റേഷ്യോയുടെയും EPSൻ്റെയും ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ 2008 35 ടൈംസ് ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ പി റേഷ്യോയും കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കമ്പനിയുടെ പ്രോഫിറ്റ്സ് ഓരോ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. സോ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി, ഏർണിങ്സ് കൂടാനും തുടങ്ങി. അപ്പം പി റേഷ്യോ 15 ടൈംസിന് താഴെ വരെ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം 2017 പുതിയൊരു ലൈഫ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എബോവ് ആവറേജും ആണ്. അഗെയിൻ ഈ കമ്പനിയുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതും ഓരോ വർഷവും ഗ്രോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത് 2009 ശേഷവും. പക്ഷേ സ്റ്റോക്ക് 2009 ശേഷം 0 റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. അതുപോലെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 10 ഇയേഴ്സിലെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും 10% ഉള്ളൂ. അതുപോലെ സ്റ്റോക്കിൻ്റെ 10 ഇയർ CAGR നോക്കുകയാണെങ്കിൽ 14% ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് 5 ഇയേഴ്സും 3 ഇയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 30% ഉണ്ട്. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ 2008 ബുൾ റണ്ണിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു ടൈം കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നുപോയത് അടുത്ത 10 വർഷം. ആ
ആ കറക്ഷൻ അവസാനിച്ചത് 2016 ശേഷമാണ്. സോ 2017 മുതൽ ഈ സ്റ്റോക്ക് പുതിയ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നല്ല സ്റ്റോക്സിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടുമെന്നുള്ളത്. പക്ഷേ അപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിട്ടേൺസ് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ എൻട്രി പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ 10 സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 10 സ്റ്റോക്സിൻ്റെ പ്രൈസ് കറക്ഷനോ അല്ലെങ്കിൽ ടൈം കറക്ഷനോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിൽ ഒരു കമ്പനിയായിരുന്നു വിപ്രോ. വിപ്രോയുടെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ .com ബബിളിൻ്റെ പീക്കിൽ ഓൾമോസ്റ്റ് 2500 ടൈംസ് ആയിരുന്നു. സോ വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ .com ബബിളിൻ്റെ പീക്കിൽ ഓൾമോസ്റ്റ് 2 lakh crores ആയിരുന്നു. അതിനുശേഷം ആ കമ്പനിയുടെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2020 വരെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100 ടൈംസ് ആണ് ഗ്രോ ചെയ്തത്. പക്ഷേ ഇപ്പോഴും വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 lakh crores തന്നെയാണ്. അതായത് ഈ 20 വർഷത്തെ വിപ്രോയുടെ സ്റ്റോക്കിൻ്റെ CAGR എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ കമ്പനിയുടെ പ്രോഫിറ്റ്സ് ഈ 20 വർഷം കൊണ്ട് 100 ഇരട്ടി കൂടിയിട്ടും ആ സ്റ്റോക്കിൽ അതിൻ്റെ ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇപ്പോഴും 0 റിട്ടേൺസ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി പ്രൈസ് ആണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് വാൾമാർട്ട്. വാൾമാർട്ടിൻ്റെയും .com ബബിളിൻ്റെ പീക്കിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ $200 billion ആയിരുന്നു. അത് 10 വർഷത്തിന് ശേഷവും $200 billion തന്നെയാണ്. അതായത് വാൾമാർട്ടിൻ്റെ 10-year റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 0 ആണ് 2000 മുതൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ആ കമ്പനിയുടെ ആനുവൽ റവന്യൂസും പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നതും. സോ എഗെയിൻ അവിടെയും സംഭവിച്ചിരിക്കുന്നത് എൻട്രി പ്രൈസ് ഹൈ ആയതുകൊണ്ടാണ് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ആർക്കും 10 വർഷം ഹോൾഡ് ചെയ്തിട്ടും റിട്ടേൺസ് കിട്ടാഞ്ഞത്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ ബിസിനസ് സൈക്കിൾ എന്താണെന്നും അതുപോലെ ആ കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് ഫ്യൂച്ചർ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.